എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വ്യാഴാഴ്ചത്തെ, അതായത് ഇന്നലത്തെ ഒരു ഉച്ചവരെയുള്ള വ്ളോഗാണ്. ഇപ്പോൾ രാവിലെ ഒരു 6:30 മണിയായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം നമ്മൾ തലേദിവസം കറിവേപ്പില ബോട്ടിലിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട്. എങ്കിലും ഞാൻ കുറച്ചുകൂടി ഒന്ന് എടുത്ത് വെക്കുകയാണ്, ഇനിയിപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ദിവസം ഞാൻ, അതായത് സാറ്റർഡേ സൺഡേ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ 8 മണിക്ക് മുന്നേ കിച്ചണിലെ ജോലികളൊക്കെ തീർത്ത് ഫ്രീ ആകുന്നത് എങ്ങനെയാണെന്നും അങ്ങനെ അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളുമാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ തലേദിവസം ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് പുറത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഒരു എഴുന്നേറ്റ് വന്നതേ മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചായിരുന്നു. വെള്ളത്തിലിട്ട് വെട്ടി വെച്ചിരുന്ന മീനാണ്, മത്തിയാണ്, അതെടുത്ത് വെച്ചു. പിന്നെ മോരുകറിയുണ്ട്, അതൊന്ന് എടുത്ത് വെച്ചു തണുപ്പ് മാറാനായിട്ട്. പിന്നെ തലേദിവസം ഞാൻ വൈകുന്നേരം വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് അതുണ്ടാക്കി. അപ്പം ഞാൻ രാവിലത്തേക്കൂടെ കൂട്ടിയാണ് ഉണ്ടാക്കിയത്. പിന്നെ മക്കൾക്കും ഒക്കെ ചോറ് കൊണ്ടുപോകണമല്ലോ, ഹസ്ബൻഡിനും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ തലേദിവസം എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ തോരനോ വെക്കാനും ഞാൻ ഇതുപോലെ തലേദിവസം അരിഞ്ഞു വെക്കും. അപ്പോൾ ഞാനിന്ന് ഉരുളക്കിഴങ്ങാണ് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒട്ടും കളർ ചേഞ്ച് ആവില്ല. പിന്നെ നമുക്ക് 2-3 തവണയൊന്ന് കഴുകി എടുത്താൽ മതി. കളർ ചേഞ്ച് ആവുകയില്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുക്കിംഗ് മാത്രമല്ല, നമ്മുടെ കിച്ചണിൻ്റെ ക്ലീനിങ്ങും കൂടെ 8 മണിക്ക് മുന്നേ കഴിയുന്നുണ്ട്. അങ്ങനെയും കൂടിയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ റൈസൊക്കെ ഇങ്ങനെ റെഡിയാക്കി വയ്ക്കും. തലേദിവസം വൈകിട്ട് കുറച്ച് കഴിച്ചിട്ട് ബാക്കി നമ്മൾ രാവിലത്തേക്കൂടെ കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്പച്ചമ്പൻ്റെ തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റുകയാണ് ചെയ്യാറുള്ളത്. കുറച്ചുകൂടെ നെയ്യൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വേണേൽ അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാറാണ് സാധാരണ പതിവ്. അപ്പോൾ തലേദിവസം ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം ആ ഒരു ചിക്കൻ കറിയുടെ ഇല്ലെങ്കിൽ കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് സള്ളാസ് ഉണ്ടാക്കൂലേ നമ്മൾ, അതുണ്ടാക്കും. പിന്നെ നാരങ്ങയുടെ പിക്കിളും കാര്യങ്ങളും പപ്പടമൊക്കെ കാണുമല്ലോ, അങ്ങനെ കൂട്ടി കഴിക്കും. അപ്പോൾ ചിലർ ചോദിക്കും രാവിലെ ഇങ്ങനെയൊക്കെ കഴിക്കുമെന്ന്. അപ്പം ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് റൈസ് രാവിലെ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാനൊക്കെ. അല്ലെങ്കിൽ തലേദിവസം നമ്മൾ അപ്പത്തിൻ്റെയോ ഇഡലിക്കോ ഒക്കെ മാവൊക്കെ അരച്ച് വയ്ക്കാറാണ് പതിവ്. പിന്നെ നമ്മൾ ഏത് വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്യുമ്പോഴും അതൊരു പാത്രത്തിലേക്ക് അതിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ വേസ്റ്റ് ബിന്നിലേക്ക് ഞാനിപ്പോൾ കൊണ്ട് കളഞ്ഞില്ലേ, അതുപോലെ നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ സലാസിനും അതുപോലെ തന്നെ ഈ പൊട്ടറ്റോയ്ക്കുള്ള സവോളയെ മാത്രമാണ് നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തത്. സവോള നമ്മൾ തലേദിവസം അരിഞ്ഞ് വെക്കില്ല കേട്ടോ. എന്ത് പച്ചക്കറി അരിഞ്ഞ് വെച്ചാലും സവോള ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കില്ല. അതുമാത്രം ഒന്ന് അരിഞ്ഞെടുക്കാനൊക്കെ നമുക്ക് വളരെ ഈസിയാണല്ലോ. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്ത് വെച്ചാൽ ഒത്തിരി എളുപ്പമുണ്ട് രാവിലെ ജോലികൾ തീർക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് മെഴുക്കുവരട്ടി വെച്ചാൽ മതി. റൈസ് അവിടെ സ്റ്റീം ചെയ്യുന്നുണ്ട്. പിന്നെ ചായ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തായിരുന്നു. അപ്പോൾ അത് കറിവേപ്പില എടുത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എളുപ്പമാണല്ലോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട്, പിന്നെ എന്താ പറയുക, നമ്മൾ ചില്ലി ഫ്ലേക്സ് അല്ലേ, നമ്മൾ വറ്റൽമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത്, അതൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതും ഒന്ന് എടുത്തിട്ട് ഒരു സ്പൂണോ വല്ലതും ഇട്ടാൽ മതി. അപ്പം വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ ഒരു തുള്ളി ഗരം മസാലയും കൂടെ ചേർക്കും. ഞാൻ ഇച്ചിരി ഗരം മസാലയും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി ഒരല്പം അതും കൂടെ ചേർക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. വറ്റൽമുളക് പൊടിച്ചത് ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. പണ്ട് മുതലേ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ പുറത്തിരുന്നാലൊക്കെ അങ്ങനെ പൂത്തു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളത് ഉപ്പിട്ട് പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ഗരം മസാല ഇട്ട് മൂടി വെച്ചൊന്ന് വേവിക്കുക. വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചായയും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റിലാക്സ് ആയിട്ടൊന്ന് ഇരുന്ന് ചായ കുടിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ പറ്റില്ലല്ലോ. 8 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ പറ്റും. ഈ ഒരു സമയത്ത് നമുക്ക് ചായ വേണം താനും. അതുകൊണ്ടാണ് അങ്ങനെ ചായയും കൂടെ കുടിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ റൈസൊക്കെ സ്റ്റീമായി. ഇനിയിപ്പം നമുക്കതൊന്ന് ഫ്ലെയിം നിർത്തിയിട്ട് വാങ്ങി വയ്ക്കാം. നമ്മൾ ചോറ് വെക്കുന്നത് തലേദിവസം വൈകിട്ടാണല്ലോ, പണ്ട് മുതലേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് മാത്രം എടുത്ത് തിളപ്പിക്കും, ഇവർക്ക് 3-നും കൊണ്ടുപോകാൻ. പിന്നെ നമ്മുടെ അമ്മച്ചിയാണ് രാവിലെ മക്കളുടെയൊക്കെ ടിഫിൻ ബോക്സ് കഴുകി തരുന്നതും അതുപോലെ തന്നെ കുപ്പിയിൽ ഇവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം എടുക്കുന്നത്. അങ്ങനെ ഒരു സഹായമുണ്ട്. നമുക്ക് ഈ ഒത്തിരി തിരക്കിനിടയ്ക്ക് അങ്ങനെ ഒരു ചെറിയ സഹായം കിട്ടുന്നത് നമുക്ക് അന്നേരം വലിയൊരു ഹെൽപ്പാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം എനിക്കറിയണ്ട. ഇനിയിപ്പം ഞാൻ അതേ മത്തി നമ്മൾ വെട്ടി കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അത് ഒന്ന് പീര വെക്കാനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ പറ്റിക്കുക, പീര വെക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ തേങ്ങ ചിരണ്ടിയത് ഫ്രീസറിലുണ്ട്. ഇതൊക്കെ നമ്മൾ 2-3 ദിവസത്തേക്ക് ചിരണ്ടി വെക്കുന്നതാണ്. പിന്നെ അതേ ഞാൻ കാന്താരിമുളക് നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നു, അത് പറിച്ചിങ്ങനെ കാണുമ്പം വെക്കുന്നത് അതുണ്ട്. പിന്നെ ചുവന്നുള്ളി പൊളിച്ചതും ഇരിപ്പുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനൊരു തുള്ളി ഇടുന്നത് കേട്ടോ. ഒത്തിരി മത്തിയില്ല, ഒരു 5-6 ഉള്ളായിരുന്നു അതിന് വേണ്ടി. അപ്പോൾ കുറച്ച് മതിയല്ലോ. ചുവന്നുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊരു 1/4 സ്പൂൺ ഇട്ടാൽ മതി തേങ്ങയിലേക്ക്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കാന്താരി മുളകും ഇട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മത്തിയാണ്. ഇതിൽ കുറച്ചധികം നമ്മൾ ഫ്രൈ ചെയ്തു. ബാക്കി ഒരു 5-8 ഇരുന്നാണ് നമ്മളിങ്ങനെ, മക്കൾക്കൊക്കെ ഫ്രൈ ചെയ്യുന്നതാണല്ലോ ഇഷ്ടം. ഇന്നിപ്പം ഇത് വേണമെങ്കിൽ ഒരു കഷ്ണം, അതിൻ്റെ പീരയൊന്നും ഇഷ്ടമില്ല, ആ ഒരു കഷ്ണം മാത്രം അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇത് നമ്മൾ ഇത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ വേവാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്.
ഇതിപ്പം മീനിൻ്റെ കാര്യം തന്നെയല്ല, നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെ ആണെങ്കിൽ തലേദിവസം ചിക്കനും ബീഫും ഒക്കെ ആണെങ്കിൽ ഒന്ന് വേവിച്ചിട്ടൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. മീൻ കറി നമ്മൾ മുളകരച്ച കറിയാണെങ്കിൽ തലേദിവസം വെച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇപ്പോൾ പീരയായതുകൊണ്ട് വളരെ എളുപ്പമുള്ള തേങ്ങയൊക്കെ ചിരകിയത് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനൊക്കെ ആണെങ്കിലും മീൻ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിലും മസാലയൊക്കെ പുരട്ടി നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ ഒത്തിരി എളുപ്പമുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ അത് നമ്മൾ ചോറ് വാർത്തിട്ടു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ ഒരു ചില്ലി ഫ്ലേക്സും നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ്. ഇനിയിപ്പം സള്ളാസ് നമുക്ക് റെഡിയാക്കണമല്ലോ റൈസ് ഒന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ തൈര് സാധാരണ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ ഒഴിച്ചിരിക്കുന്നതുണ്ടായിരുന്നു, അത് ഇന്ന് തീർന്നു പോയി. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട്, അതായത് തലേദിവസം നമ്മൾ ഒരു പാക്കറ്റ് തൈര് വാങ്ങിച്ചത്, അതും കൂടെ ചേർത്ത് സവോളയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഇച്ചിരി ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ട് സള്ളാസും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ ഒരുപാട് ജോലികൾ എളുപ്പമുണ്ട്. വീട്ടമ്മമാർക്ക് അറിയാമല്ലോ, രാവിലെ നമുക്ക് അടുക്കളയിൽ കയറി ഇറങ്ങാൻ സമയമില്ലാത്ത രീതിയിൽ അതുപോലെ ജോലികൾ കാണും. അപ്പോൾ തലേദിവസം നമ്മളിങ്ങനെ കുറച്ച് ഒരു ഐഡിയാപരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ജോലികൾ തീർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് മോള് കഴിക്കാൻ വന്നു. മോന് 8 മണിയാകുമ്പോൾ അവൻ കഴിക്കാൻ വരും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ എല്ലാവർക്കും പോകാറായി. അപ്പോൾ അതേ ചോറൊക്കെ നമ്മൾ പാത്രങ്ങളിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേർക്കും പാത്രത്തിലേക്ക് ചോറൊക്കെ എടുത്ത് കറികൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ സെപ്പറേറ്റ് അങ്ങനെയൊക്കെ എടുക്കും. ചിലപ്പോൾ മെഴുക്കുവരട്ടി തോരനൊക്കെ ആണെങ്കിൽ ചോറിൻ്റെ ഉള്ളിൽ തന്നെ അച്ചാറും ഒക്കെ ഞാൻ അങ്ങനെ വയ്ക്കും. ചാറുകറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പം മോര് വേറെ പാത്രത്തിലെടുക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ 3 പേരുടെയും പാത്രത്തിലാക്കി ബാഗിൽ മോന് മാത്രം എടുത്ത് വെച്ച് കൊടുക്കും. മോളും ഹസ്ബൻഡും ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ എടുത്ത് ഒക്കെ കൊടുത്തു. ഇനിയിപ്പം നമ്മൾ പാത്രം കഴുകലാണ്. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ നമ്മൾ ആ കിച്ചണിൽ നിന്ന്, അതായത് ഒന്ന് റെസ്റ്റ് എടുക്കാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണതിന് മുന്നേ തന്നെ നമ്മൾ കഴിയുന്നതും പരമാവധി സിങ്കിൽ കൂട്ടിയിടാതെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചാൽ മാത്രം പോരാ, അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ നമ്മൾ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുക. ഇപ്പം പാത്രങ്ങൾ മാത്രമല്ല, നമ്മൾ എടുത്ത പൊടികൾ, ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ വറ്റൽമുളക് പൊടിച്ചതോ ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന രാവിലെ കിച്ചണിൽ, അതൊക്കെ നമ്മൾ തിരിച്ച് അതാത് സ്ഥാനത്ത് വെക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കും. ഇനിയിപ്പം നമ്മൾ സിങ്ക് ക്ലീനിങ് ആണ്. രാവിലത്തെ ഒരു അംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത്രയ്ക്കും എന്താ പറയുക, ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യകതയുണ്ട് ഇതിൽ. അപ്പോൾ സിങ്ക് ക്ലീനിങ് നമ്മൾ രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോഴും എന്തെങ്കിലും കറിയൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ വെക്കണമെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മൾ ഉച്ച സമയത്തും അതുപോലെ തന്നെ വൈകിട്ട് കിടക്കണതിന് മുന്നേ ഒക്കെ സിങ്ക് ഒരു 2-3 തവണയൊന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതേ അടുത്തത് നമ്മുടെ രാവിലത്തെ ഒരു കുക്കിങ് കാര്യങ്ങളും കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമ്മൾ ഈ സ്റ്റൗ ടോപ്പും സ്റ്റൗവിൻ്റെ ആ ഒരു സ്റ്റൗ ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ താഴ്വശത്തൊക്കെ എന്തെങ്കിലും തിളച്ച് തൂകിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കാര്യങ്ങളും ഒക്കെ കൗണ്ടർ ടോപ്പും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഡെറ്റോളും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും നമ്മുടെ വിനാഗിരിയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു സൊല്യൂഷനാണ് സ്പ്രേ ചെയ്തത്. ഈ ഒരു സൊല്യൂഷൻ ഞാൻ തീരാതെ കണ്ട് വീണ്ടും റെഡിയാക്കി വെക്കും. കാരണം ഡെയിലി നമുക്കൊരു 2-3 തവണയെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും കൗണ്ടർ ടോപ്പിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി എളുപ്പമുണ്ട് നമുക്ക്. പിന്നെ ചെറിയ പ്രാണികളോ കാര്യങ്ങളോ ഈ ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന ചെറിയ ഈച്ചകളൊക്കെ ഇല്ല, അതൊക്കെ നമ്മുടെ കിച്ചണിൽ സാധാരണ കാണുമല്ലോ, അതൊന്നും വരില്ല ഇങ്ങനെ. പിന്നെ ഞാൻ ചില സമയത്ത് ഈ ക്ലീനിങ് സൊല്യൂഷനിൽ കുറച്ച് കർപ്പൂരം കൂടെ പൊടിച്ചിടും കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ല സ്മെല്ലുമാണ്, നല്ല എഫക്റ്റീവാണ്. പല്ലി പ്രാണികൾ അങ്ങനെയുള്ള ഒന്നും വരില്ല കിച്ചണിൽ. അങ്ങനെയും കൂടെ ചെയ്ത് വെക്കും ഞാൻ ചിലപ്പോൾ. പിന്നെ അത് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് രാവിലത്തെ ആ ഒരു കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കിച്ചണിൻ്റെ തറയിൽ ഒരുപാട് പൊടി കാര്യങ്ങൾ, കറിവേപ്പില അങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. നമ്മൾ ഡെയിലി തുടയ്ക്കണമെന്നൊന്നുമില്ല, ആഴ്ചയിൽ ഒരു 2-3 തവണയൊന്ന് തുടച്ചാൽ മതി. ഡെയിലി ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യമെങ്കിലും ഒന്ന് അടിച്ചിടാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കിച്ചൺ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ കിച്ചണിലുള്ള പൊടിയൊക്കെ നമ്മൾ ചവിട്ടിക്കൊണ്ട് ഹോളിലേക്കും മറ്റു മുറികളിലേക്കും ഒന്നും പോവുകയില്ല. കിച്ചൺ എപ്പോഴും ഒന്ന് വൃത്തിയായിട്ടിരിക്കണം, അതിൻ്റെ ഫ്ലോറ് കാര്യങ്ങൾ. ഇനിയിപ്പം ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ തുണി അലക്കി തലേദിവസം വൈകിട്ട് വയ്ക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരു 2 ദിവസം കൂടുമ്പോഴേ ഞാൻ അലക്കുള്ളൂ കേട്ടോ മെഷീനിൽ. അപ്പം നമ്മൾ വീട്ടിലിടുന്നതൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും മെഷീനിൽ. ബാക്കി പുറത്ത് പോകണം നല്ലതൊക്കെ ഞാൻ അധികവും കല്ല് അല്ലെങ്കിൽ കൈകൊണ്ട് അങ്ങനെയാണ് കഴുകാറുള്ളത്. അപ്പം വാഷിംഗ് മെഷീനിൽ നമ്മൾ ബെഡ്ഷീറ്റുകൾ, വീട്ടിലിടുന്ന ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ്, അത്യാവശ്യം കുറച്ചൊന്നാകാതെ 1-2 തുണിയിട്ട് നമ്മൾ മെഷീനിൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോഴാണ് മെഷീനിൽ തുണി അലക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വൈകിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മെഷീനിലിട്ടിട്ട് അലക്കി അങ്ങ് വയ്ക്കാറാണ് ചെയ്യാറുള്ളത്.
അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലത്തെ ആ ഒരു ജോലികളൊക്കെ മക്കളൊക്കെ പോയിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വിരിച്ചിടും. ഇപ്പോൾ ഈ പുറത്തെ കിച്ചണിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കിതുപോലെ കുറച്ച് സ്പേസ് ഉള്ള കാരണം അവിടെ ഇങ്ങനെ 2 അഴ കെട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇവിടെയാണ് ഇടാറുള്ളത്. കാരണം ഇപ്പം മഴയുടെ ഒരു സമയമാണല്ലോ, എപ്പോൾ വേണേലും മഴ പെയ്യും. അതുകൊണ്ട് ഞാൻ പുറത്ത് അഴയിൽ അങ്ങനെ കൊണ്ടിടാറില്ല. ഇവിടെയാണെങ്കിൽ ആ ഒരു ഗ്രില്ലിൽ കൂടി വെയിൽ നന്നായിട്ട് കിട്ടിക്കോളും. വെയിൽ വരുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഇതുപോലത്തെ തുണികളൊക്കെ നമ്മൾ ഇവിടെയാണ് ഇടാറുള്ളത്. ഇതിപ്പം നമ്മൾ അലക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം മക്കളൊക്കെ പോയതിന് ശേഷം വീണ്ടും ഇതുപോലെ നമ്മൾ മുക്കി വെച്ച് അലക്കുക എന്നൊക്കെ പറയുമ്പം പിന്നെ ഉച്ച കഴിയുകയൊക്കെ ചെയ്യൂലേ ഇതൊക്കെ വിരിച്ചിടാനായിട്ട് ടൈം. ഇതിപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് രാവിലെ വിരിച്ചിട്ടാൽ മതി. അപ്പം നമ്മൾ വീട്ടമ്മമാർ ഇതുപോലൊരു ഓർഡറിൽ കുറച്ച് കാര്യങ്ങൾ ഒരു ഐഡിയപരമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ എളുപ്പമാക്കാൻ പറ്റും. ഇപ്പം മക്കൾ ഹസ്ബൻഡ് എല്ലാവരും പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മച്ചിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു ഭയങ്കര 3-4 പേരുടെയൊക്കെ ബഹളം സംസാരമൊക്കെ കേൾക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു കണ്ടെയ്നർ ലോറി താഴോട്ട് പോകാൻ പാടില്ലാത്ത രീതിയിൽ കിടക്കുന്നു. കാരണം ഇത്രയും വലിയ ലോറിയല്ലേ കണ്ടെയ്നർ ലോറി. ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് അകലെയായിട്ട് ഒരു ടോയ്സിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട്, അപ്പോൾ ഹോൾസെയിലായിട്ട് വിൽക്കുന്നത്. അപ്പോൾ അവിടെ വന്ന കണ്ടെയ്നറാണ് ഇത്. താഴത്തേക്ക് പോകാതെ, അതായത് ഈ ഇലക്ട്രിക് ലൈനിൽ തട്ടും. അപ്പോൾ അത് കാരണം ഇതിങ്ങനെ പോകാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഗ്യാസ് സിലിണ്ടർ വന്ന വണ്ടിയൊക്കെ ഇത് ബാക്കിലേക്ക് എടുത്തിട്ട് അവർ കടന്നുപോയി. അപ്പോൾ ഇവരുടെ കൂടെയുള്ള 2 പേര് തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയാണ് ഇത് പൊക്കി കൊടുക്കുകയാണ് കേട്ടോ ഇലക്ട്രിക് ലൈന്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ മോൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കാണിക്കാമല്ലോ എന്ന് കരുതി മാത്രം എടുത്തതാണ്. കാരണം കണ്ടില്ലേ എന്ത് റിസ്ക്കിലാണ് ഈ ഒരു ഇലക്ട്രിക് ലൈനൊക്കെ അവർ ആ തോട്ടി വെച്ചിട്ട് പൊക്കി കൊടുത്തിട്ട് വണ്ടിയെ കടത്തി വിടാൻ ശ്രമിക്കുന്നത്. കാരണം ഇതൊരു ചെറിയ വഴിയാണ്, വലിയ MC റോഡൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് ഇച്ചിരി സൂക്ഷിച്ച് വേണം ഇതിൽ കൈകാര്യം ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഒരു ഇലക്ട്രിക് ലൈനൊക്കെ പൊക്കി കൊടുത്ത് ശരിക്കും മോനെ കാണിക്കാൻ ഞാനിത് എടുത്താണ് വീഡിയോ. അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. മോന് ഇതുപോലുള്ള വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനിവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തൊന്നും മാറില്ല, അതുപോലെ കണ്ടുകൊണ്ട് നിൽക്കും. അപ്പം നമ്മളിത് ഞാൻ ഈ എടുത്ത വീഡിയോയിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സമയം എടുത്ത് ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണ് കുറച്ചധികം. ഒരു മണിക്കൂറോളം എടുത്ത് കേട്ടോ ഈ വണ്ടി ഇങ്ങനെ കടന്നു പോകാനായിട്ട്. അവർ ആ ഒരു ഇലക്ട്രിക് ലൈനൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇനിയിപ്പോൾ അവർ താഴത്തേക്ക് പോവുകയാണ്. കാരണം താഴെ ഇതുപോലെ തന്നെ ലൈൻ പൊക്കി അതായത് വിടാനുണ്ട്. അങ്ങനെ വിട്ട് വേണം ഇത് ഈ ലോറി കടന്നു പോകാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ്. രാവിലെ 8 മണിക്ക് മുന്നായിട്ട് ഞാൻ ജോലികളൊക്കെ തീർക്കുന്നതും അതുപോലെ തന്നെ ഒരു ഓർഡറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് രാവിലെ ചെയ്ത് തീർക്കാൻ പറ്റിയ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.